എല്ലാവർക്കും AM കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? വാഴയ്ക്ക ബജിയാണ്. അതെ, വാഴയ്ക്ക ബജി. ഇത് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായ വാഴയ്ക്കാണ്. അപ്പൊ ഇതുകൊണ്ട് എങ്ങനെ ബജി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 3 കായ ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇത്രയും നൈസ് ആവണം കേട്ടോ. കായ നല്ലപോലെ 2 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മാവ് തയ്യാറാക്കാം. ഒരു 150 ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം പത്തിരിപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നുണ്ട്. എണ്ണ കുടിക്കാതിരിക്കാനാണിത്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം പെരുംജീരകം പൊടിച്ച ശേഷമാണ് നമുക്കിനി മാവ് തയ്യാറാക്കാം. മാവ് ഒരുപാട് ലൂസാകാൻ പാടില്ല കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ വേണം. ഞാൻ പെരുംജീരകം വറുത്ത് പൊടിച്ച് വെച്ച് കുറച്ച് ചേർത്തതാണ്, എല്ലാവരും ചേർക്കില്ല. അത് മാവ് നല്ലൊരു സെറ്റാവണം. അങ്ങനെ അടിച്ചിട്ട് അപ്പോൾ നന്നായി പൊന്തി അങ്ങ് വരും. ഈ ഒരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കാൻ. മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ബജ്ജി ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ബജി തയ്യാറായിട്ടുണ്ട്. ബജി നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരല്പം പോലും എണ്ണ പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചമ്മന്തി നല്ലപോലെ വന്നിട്ടില്ലേ? നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.